ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നാളെ നമ്മുടെ എക്സാമാണ്. അപ്പം നമ്മൾ ഒന്നും കൂടെ ഓരോ വിഷയത്തിലൂടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജീവശാസ്ത്രത്തിൽ നിന്ന് 6 മാർക്കാണല്ലേ. അതിലാദ്യം പറയുന്ന ഭാഗമാണ് കോശങ്ങളുടെ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ കോശങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവന ചോദ്യം എന്ന് പറയുന്നത് കോശത്തിലെ ജീവധർമ്മങ്ങൾ. ഒന്ന്, പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുക, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുക, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുക. അപ്പോൾ നമ്മുടെ കോശം അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ജീവധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഘടകങ്ങളാണ് കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കോശാംഗങ്ങൾ ഏതൊക്കെയാണ്? അതായത് ഗോൾജി കോംപ്ലക്സ്, ഫേനം, മൈറ്റോകോൺട്രിയോണ്, കോശഭിത്തി, മർമ്മം, കോശസ്തരം, റൈബോസോം, അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശദ്രവ്യം, ഹരിതകണം, ഇതൊക്കെ എന്താണ്? കോശാംഗങ്ങളാണ്. ഇപ്പോൾ കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയോണാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം ആവശ്യമുള്ള അവയവങ്ങൾ എന്ന് പറയുന്നത് കരൾ, തലച്ചോറ്, പേശികളൊക്കെയാണ്. അവിടെയാണ് കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അടുത്തത് കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നും അതുപോലെ കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം സാധ്യമാക്കുന്ന ഭാഗം, ഇതൊക്കെ ഏതാണ്? കോശത്തിന് ദൃഢത, ആകൃതി ഒക്കെ നൽകുന്ന കോശാംഗമാണ് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതുപോലെ കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം എന്ന് പറയുന്നത്. ഈ റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഈ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു സവിശേഷ സ്തരമാണ്. ആ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫേനമാണ്. അത് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ കോശത്തിൻ്റെ ഊർജ്ജ നിലയും ചോദിച്ചിട്ടുണ്ട്, മൈറ്റോകോൺട്രിയോണാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഫേനം തന്നെയാണ് ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗം. ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗം ചോദിച്ചാൽ ഫേനമാണ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസഞ്ചികളിലാക്കുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. അപ്പോൾ ഈ ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു സഞ്ചിയാണെന്ന് വിചാരിച്ചാൽ മതി. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം ഏതാ? അതും ഈ സഞ്ചിയാണ്, അതായത് ഗോൾജി കോംപ്ലക്സ് ആണ് കേട്ടോ. പിന്നെ കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം ചോദിച്ചാൽ അത് മർമ്മമാണ്. ഇനി മർമ്മത്തിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്, അതായത് ന്യൂക്ലിയസിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഗോളാകൃതിയിൽ ഉള്ള അല്ലെങ്കിൽ റൈബോസോമിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് മർമ്മകം. അടുത്തത് മർമ്മരന്ധ്രം എന്ന് പറയുന്നത് അത് മർമ്മസ്തരത്തിലെ സുഷിരങ്ങൾ മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന ഭാഗം. പിന്നെ അതുപോലെ തന്നെ മർമ്മദ്രവ്യം, മർമ്മത്തിനുള്ളിൽ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം എന്ന് പറയുന്നത്. ഇവിടെയാണ് മർമ്മകം, ക്രൊമാറ്റിൻ ജാലകയൊക്കെ കാണപ്പെടുന്നത്. മർമ്മസ്തരം എന്ന് പറയുന്നത് എന്താണ്? മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്തരം. പിന്നെ ക്രൊമാറ്റിൻ ജാലിക, മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നതാണ് ഏത്? ജീനുകളെ ഉൾക്കൊള്ളുന്ന ക്രൊമാറ്റിൻ ജാലിക. പിന്നെ പ്രോകാരിയോട്ടുകളുണ്ട്, യൂകാരിയോട്ടുകളുണ്ട്. കോശങ്ങളിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് പ്രോകാരിയോട്ട് എന്ന് പറയുന്നത്. ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ ഒക്കെ പ്രോകാരിയോട്ടുകൾക്ക് എക്സാമ്പിളാണ്. പിന്നെ യൂകാരിയോട്ടുകൾ അത് പ്രത്യേകിച്ച് എന്താ പറയുന്നത്? വ്യക്തമായിട്ടുള്ള മർമ്മമുള്ള ജീവികളാണ്. അമീബ, ജന്തുക്കൾ, സസ്യങ്ങളൊക്കെ യൂകാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ്. ഇനി ഈ ഭാഗത്തുനിന്ന് ചോദിക്കാം, ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം അത് സെൻട്രോസോമാണ്. കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. അതുപോലെ തന്നെ ലൈസോസോം എന്ന് പറയുന്നത് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ, അതായത് ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് അടങ്ങിയിരിക്കുന്നതാണ് ലൈസോസോം എന്ന് പറയുന്നത്. ഇത് ജന്തുകോശത്തിലാണ് കാണപ്പെടുന്നത്. അടുത്തത് ഈ ബയോളജിയുമായി ബന്ധപ്പെട്ട് വരുന്നത് കോശജാലങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ പറയുന്നുണ്ട് കലകൾ. അപ്പോൾ ഈ കലകൾ എന്ന് പറഞ്ഞാൽ ഓരോ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായിട്ടുള്ള സമാന കോശങ്ങളാണ് ഏത്? കലകൾ. അപ്പോൾ ഈ കലകളിൽ നമുക്ക് ആദ്യം ആവരണ കലയെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ശരീരത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്നതാണ് ആവരണകല. അന്നപദത്തിൻ്റെ ഉൾഭിത്തിയിലെ ആവരണം ചെയ്യുന്നു. അതുപോലെ
സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനമൊക്കെയാണ് ഈ ആവരണകലയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. 2 നാഡീകലയാണ്. അപ്പോൾ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, ഏകോപിപ്പിക്കുക, അതാണ് നാഡീകലയുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അതുപോലെ ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനും സഹായിക്കുന്നു. പേശികല, സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ് പേശികലയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ശരീരചലനമാണ് അവിടെ സാധ്യമാക്കുന്നത്. ഇനി യോജക കലയാണ് കലകളിൽ ഏറ്റവും പ്രധാനം. അപ്പോൾ ഇവിടെ യോജക കലയ്ക്ക് ഉദാഹരണങ്ങളാണ് അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ. അപ്പോൾ ഇതിനകത്ത് ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് രക്തമാണെന്ന് ഓർക്കുക. അതുപോലെ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ചോദിച്ചാൽ അത് ടെൻഡനുകളാണ്. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കല ചോദിച്ചാൽ സ്നായുക്കളാണ്. അപ്പോൾ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സ്നായുക്കളാണെങ്കിൽ പേശികളെ അസ്ഥികളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകളാണ്. കണ്ണുകളെയും വൃക്കകളെയും അതതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് യോജക കലയായിട്ടുള്ള നാരുകലകളാണ്. പിന്നെ ഈ ഭാഗത്ത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് പ്രധാനപ്പെട്ട സസ്യകലകളാണ്. അതിനകത്ത് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ പാരൻ കൈമ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് പാരൻ കൈമ. മൃദുവായ സസ്യഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് പാരൻ കൈമ. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. ഇനി കോളൻ കൈമ, കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കാണുന്ന കട്ടി കൂടിയ കോശങ്ങളാണ് കോളൻ കൈമ. സസ്യഭാഗങ്ങൾക്ക് വഴക്കം താങ്ങു നൽകുന്നത് കോളൻ കൈമയാണ്. സ്ക്ലീറൻ കൈമ, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലീറൻ കൈമ. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. ഇനി സസ്യങ്ങളിൽ 2 തരത്തിലുള്ള സംവഹന കലകളുണ്ട്. അത്തരത്തിൽ അതായത് കോംപ്ലക്സ് ടിഷ്യൂസ്, അതിന് എക്സാമ്പിളാണ് സൈലം, ഫ്ലോയം. അപ്പോൾ സൈലം എന്ന് പറയുന്നത് നീണ്ട കോശങ്ങൾ കൊണ്ട്, അതായത് കുഴൽ രൂപത്തിലാണ് അത് കാണപ്പെടുന്നത്. വേര് ആഗിരണം ചെയ്യുന്ന ജലം, ലവണം ഇലകളിൽ എത്തിക്കുന്നത് സൈലമാണ്. എന്നാൽ ഫ്ലോയം എന്ന് പറയുന്നത് എന്താണ്? കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഫ്ലോയം. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയം കലകളാണ്. അതുപോലെ തന്നെ ആറ്റം ചേർന്ന് തന്മാത്രയും, തന്മാത്രകൾ ചേർന്ന് കോശാംഗവും, കോശാംഗം ചേർന്ന് കോശവും, കോശങ്ങൾ ചേർന്ന് കോശകലകളും ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. കലകൾ ചേർന്ന് അവയവങ്ങളും, അവയവങ്ങൾ ചേർന്ന് അവയവ്യവസ്ഥയും രൂപപ്പെടുന്നു. അവയവ്യവസ്ഥ ചേർന്ന് ഒരു ജീവി ആയിട്ടത് മാറുന്നു. അപ്പോൾ ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ് എന്ത്? കോശങ്ങൾ. പിന്നെ ഈ സൈലത്തെക്കുറിച്ച് പറയുമ്പോൾ ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് സൈലമാണ്. അപ്പോൾ കോശവുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്രയും ഭാഗങ്ങളാണ് കവർ ചെയ്യാനുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക്